പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അവിടുത്തെ കൃപ നമ്മളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. കുടുംബങ്ങൾ ഒരുമിച്ച്, സമൂഹങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ, വ്യക്തികൾ ഒറ്റയ്ക്കിരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, കർത്താവെ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, വിശ്വാസ ചൈതന്യത്തിൽ വളരാൻ ഇടയാകുന്ന വിധത്തിൽ വചനം ഇവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയാൻ ഇടവരുത്തണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം. വചനത്തെ ഹൃദയത്തിലും സ്വീകരിച്ച് വചനത്തിന് മാംസം നൽകിയ പരിശുദ്ധ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് മുൻപേ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും സമൂഹത്തിലുമെല്ലാം ആത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വാസികളാണ്, വിശ്വാസ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനകത്തൊന്നും സംശയമില്ല. എന്നാൽ ഒരു കാര്യം വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, നമ്മൾ വിശ്വാസികളായാൽ മാത്രം പോരാ, വിശ്വാസത്തിൽ ജീവിച്ചാൽ മാത്രം പോരാ. രണ്ട് കാര്യം ചെയ്യണം. വിശ്വാസത്തെ മുറുകെ പിടിച്ച് അതിൽ വളരാൻ പരിശ്രമിക്കണം. മനസ്സിലായോ? അതിൽ വളരണം, വിശ്വാസത്തെ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ എന്താ, അത് കൈമോശം വന്നു പോകും. മുറുകെ പിടിക്കുന്നതിനാ, അത് താഴെ പോകാതിരിക്കാനാണ്. മുറുക്കി പിടിക്കത്തില്ല നമ്മൾ. നല്ല ശ്രേഷ്ഠമായ വസ്തുക്കളെയും കൊണ്ട്, പണം നമ്മൾ ബാഗിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ സൂക്ഷിച്ച് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, അത് നഷ്ടപ്പെട്ടു പോയ കാശ് കുറേ പോകും. അതായത് മൂല്യങ്ങളുള്ള, അർത്ഥവത്തായ, വിലയുള്ള, ശ്രേഷ്ഠമായതിനൊക്കെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത്, നിത്യതയിൽ നമ്മളെ എത്തിക്കുന്നത്, ദൈവത്തോട് നമ്മളെ ചേർക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്. അതിനെ മുറുകെ പിടിക്കണം, അതിനെ ലൂസാക്കി വിടരുത്. അതിനെ ഒരു ലാഘവബുദ്ധിയോടെ അവിടെയും കൊണ്ടുപോയി അത് നശിപ്പിക്കുന്ന വിധത്തിൽ അവിടെയും കൊണ്ടുപോയി അതിതും കേട്ട് അതിതും പറഞ്ഞ് നമ്മൾ കളയരുത്. അതിനെ സംരക്ഷിക്കണം. നമ്മൾ സ്വർണം ലോക്കറിൽ സൂക്ഷിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കണം. അതിൻ്റെ മൂല്യത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് കൈമോശം വരാതെ സൂക്ഷിക്കണമെന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. കാരണം ഇതാണ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഒരുപാട് വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവം വേരുവാകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ബീജത്തെ നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഇന്ന് ലോകത്ത് അരങ്ങേറുന്നുണ്ട്, ഇല്ലേ? സത്യമല്ല? നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ? അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, പാപം പെരുകുന്നു, കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിക്കുന്നു. ഒരു തലയ്ക്ക് നന്മയും വർദ്ധിക്കുന്നുണ്ട്, ഒരുപാട് നന്മയും മറ്റു തലയ്ക്കിൽ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലേശങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കും നമുക്ക് കാണാൻ പറ്റും. പ്രകൃതിക്ഷോഭങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ, മറ്റു പലത്തുള്ള ദുർനടപ്പുകൾ, അല്ലെ, സമൂഹം തമ്മിലുള്ള സ്പർദ്ധകൾ, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ, ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ, ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ വിജിലൻ്റ് ആയിരിക്കേണ്ട ഒരു സംഗതി എന്താണ്? നമ്മിൽ വേരുവാകിയിരിക്കുന്നതും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ, നിത്യതയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കാൻ കഴിവുള്ളതുമായ വിശ്വാസത്തിൻ്റെ ആ വേര് കൈമോശം വന്നു പോകാതിരിക്കാൻ, അത് കരിഞ്ഞു പോകാതിരിക്കാൻ, ആ വൃക്ഷം വാടിപ്പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ആ വിശ്വാസത്തിൻ്റെ ചൈതന്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടം. അത് പൗലോസിനെ പറയുന്നത്, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, ജീവൻ്റെ കിരീടം, വിശ്വാസം സംരക്ഷിച്ചു, ഉണ്ടോ? വിശ്വാസം സംരക്ഷിച്ചു.
അതുകൊണ്ട് സങ്കീർത്തനം 116:10 പറയുന്ന ഇങ്ങനെയാണ്: കൊടിയ ദുരിതത്തിൽ ഞാൻ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. വിശ്വാസം കാത്തു. നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കേട്ടോ. കാത്തു സംരക്ഷിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ സ്വന്തം ശക്തിയോടെന്നുള്ള ചിന്തയിൽ എടുക്കരുത്, മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. കൊടിയ ദുരിതത്തിൽ ഞാൻ അകപ്പെട്ടു, അത് സത്യമാണ്. ഞാൻ വീണത് കൊടിയമായ ഒരു ദുരിതത്തിലാണ്, വലിയ ഞെരുക്കത്തിലാണ്, രക്ഷപ്പെടാനാവാത്ത പടുകുഴിയിലാണ് വീണത്. എന്നാൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചു, കാത്തു. ഇതാണ് ദൈവം. ഹെബ്രായ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 12 തൊട്ടുള്ള വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 12 മുതലുള്ള വാക്യം. ഹീബ്രു ചാപ്റ്റർ 3 വേഴ്സ് 12 വായിക്കുകയാണ്. എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്താ ശ്ലീഹ തരുന്ന ഉപദേശം? എൻ്റെ സഹോദരരെ, നിങ്ങളാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ വചനം നമുക്ക് നൽകുന്ന പാഠം അതാണ്. വചനത്തിലൂടെ ദൈവമാണ് സംസാരിക്കുന്നത്, നമുക്ക് തിരിച്ചറിവുണ്ടാകണം പ്രിയപ്പെട്ടവരെ. വെറുതെ ഇത് തോന്നിയപ്പോൾ, ഒരാൾക്ക് സ്വപ്നത്തിൽ തോന്നിയപ്പോൾ എഴുതി വെച്ചൊരു കാര്യമല്ല. ദൈവം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ളവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ ഇതിനെതിരെ പലതും ഉണ്ടാകുമെന്നുള്ള ബോധ്യം ദൈവത്തിനുള്ളതുകൊണ്ട്, ആ ജ്ഞാനം ദൈവത്തിനുള്ളതുകൊണ്ട് ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ ശ്രദ്ധ വേണമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ അതിനൊരു ശ്രദ്ധ വേണം. എല്ലാം ചെയ്തും എല്ലാം അനുഭവിച്ചും എല്ലാം സുഖവും തേടിയും എല്ലായിടത്തും പോയും എല്ലാം കണ്ടും എല്ലാം കേട്ടും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ സാധ്യമല്ല. ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളുണ്ട്. ചിലതിനോട് നോ പറയേണ്ടി വരും, ചിലതിനോട് എസ് പറയേണ്ടി വരും, ചിലത് കണ്ണടയ്ക്കേണ്ടി വരും, ചിലത് കേൾക്കാതിരിക്കേണ്ടി വരും, ചിലത് കാണാതിരിക്കേണ്ടി വരും. എല്ലാം ആസ്വദിച്ചും എല്ലാം കണ്ടും കേട്ടും ഒപ്പം വിശ്വാസവും സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചില മതിലുകൾ തീർക്കേണ്ടി വരും. ചില സംഗതികൾ നമ്മൾ തിരിച്ചറിവോടെ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതാണ് വചനം പറയുന്നത്. ഇനി താഴേക്ക് വായിക്കുന്ന ഇങ്ങനെയാണ്: ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമുള്ളിടത്തോളം കാലം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. ഈ ഉപദേശം വഞ്ചന നിറഞ്ഞ ഉപദേശിക്കും. ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തെന്നാൽ നിങ്ങളുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. ശ്രദ്ധിച്ചേ, നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ, അതാണ് പ്രധാനപ്പെട്ട വചനം. നമ്മുടെ ആദ്യ വിശ്വാസത്തെ എന്ന് വെച്ചാൽ എന്താ? മാമുദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം അവിടെയാണല്ലോ. പിന്നീട് അത് വളർത്തിയെടുക്കുകയാണ് നമ്മൾ മറ്റു ഉദാശകളിലൂടെയും വചനത്തിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥന. നമുക്ക് ലഭിച്ച ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. വലിയൊരു മുന്നറിയിപ്പാണ് വചനം തരുന്നത്, വലിയൊരു ബോധ്യമാണ് വചനം തരുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ തരുന്നത്? അതായത് നമുക്കുണ്ടായിരുന്ന ആദ്യ വിശ്വാസത്തെ നമ്മൾ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പങ്കുകാരാകാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കാറുണ്ടോ? അതോ വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിലാണോ നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ വായനകൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ? ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. വിശ്വാസത്തെ സംരക്ഷിക്കുന്ന വിധത്തിലാണോ ഈ ലോക ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ വിശ്വാസ ജീവിതത്തിന് ക്ഷതമേൽക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അറിയാനാണോ നമ്മുടെ താല്പര്യം? ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. ക്ഷതമേൽക്കും. ആവശ്യമില്ലാത്തത് കാണാനും കേൾക്കാനും ആവശ്യമില്ലാത്ത പഠിക്കാനും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറച്ച വിശ്വാസം ഇല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഞെരുക്കും. മുള്ളുകൾക്കിടയിൽ വീണ വചനം പോലെ ആയിരിക്കും. മുള്ള് പെട്ടെന്ന് വളർന്ന് അതിനെ വചനത്തെ ഞെരുക്കി കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ വിശ്വാസ ജീവിതത്തെ അത് ഞെരുക്കും. അപ്പോൾ എന്താ? അവിശ്വാസ ചിന്തകൾ ലോകത്തുണ്ട്.
അവിശ്വാസ പ്രബോധനങ്ങൾ ലോകത്തുണ്ട്, നിരീശ്വര ചിന്തകളുണ്ട്, യുക്തി ചിന്തകളുണ്ട്. വിശ്വാസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള സംഗതികൾ ലോകത്തുണ്ട്. അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് തന്നെ തോന്നിപ്പോകും, ദൈവമേ ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ വാസ്തവമാണോ, ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, ദൈവം ഉണ്ടോ, അങ്ങനെ വരെ പോലെ ചിന്തിക്കാം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചിന്തിക്കാം. എന്നാൽ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളോ, വിശുദ്ധ വചനം വായിച്ചു, ദൈവം ഇന്ന് ലോകത്ത് ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മൾ നോക്കി, നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള വൻ കാര്യങ്ങളെ മറന്നു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തു ഉണ്ടോ. അപ്പോൾ എന്തായി? വിശ്വാസത്തിൻ്റെ പരിപോഷണം നടക്കുകയാണ്. വിശുദ്ധ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് വരെ വായിക്കുമ്പോൾ ദൈവം മനുഷ്യകുലത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട സംഗതികളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, ദൈവത്തിൻ്റെ മഹനീയ പ്രവൃത്തികളെ ഇന്നും അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം, പഴയ നിയമം കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം മനുഷ്യരായ ഭൂമിയിൽ വന്നതിനെക്കുറിച്ച്, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉദ്ധാനവും അതിനുശേഷം ലോകവ്യാപകമായി സുവിശേഷം പ്രചരിച്ചത്, ഓരോ രാജ്യങ്ങളും ഓരോ സമൂഹങ്ങളിലും ക്രിസ്തുവിൻ്റെ ചൈതന്യം വ്യാപരിച്ചത്, അതിനുവേണ്ടി യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, ഇതൊക്കെ അറിയാനും അത് വായിക്കാനും പഠിക്കാനും നമ്മൾ മെനക്കെടുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് ആളിക്കത്തുന്നത്. ഹല്ലേലൂയ. അതിനെതിരെ കണ്ണടയ്ക്കുമ്പോഴോ വിശ്വാസ ജീവിതത്തിൻ്റെ അപജയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്നെന്ന് പറയുന്ന ദിവസമുള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. അത് പാപത്തിൻ്റെ വഞ്ചനയിൽപ്പെട്ട് നിങ്ങളുടെ ഹൃദയം കഠിനചിത്തരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പരസ്പരം പറയണം. വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ, ആ വിധത്തിലുള്ള കൂട്ടായ്മകൾ, ആ വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ, ആ വിധത്തിലുള്ള വായനകൾ, അതിനൊക്കെ നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ പൗലോസിനെ നമ്മളെ പഠിപ്പിക്കുകയാണ്, വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോഴേക്കും അതിനെ നെഗറ്റീവായി എടുത്ത് ഉടനെ വിശ്വാസം നശിപ്പിക്കുന്ന വിധത്തിൽ അതിനെ പർവ്വതീകരിച്ച് അതിനെ നമ്മൾ കാണിക്കരുത്, ചിത്രീകരിക്കരുത്. അങ്ങനെ ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ കൊടുക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 9 മുതൽ 12 വരെ അവിടെ വചനം എന്താ മുന്നറിയിപ്പ് നൽകുന്നത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 9 മുതൽ 12 വരെ അവിടെ എന്താ വചനം? എൻ്റെ നാമത്തെ പ്രതി സകല ജനതകളും നിങ്ങളെ ദൂഷിക്കും, നിങ്ങളെ കൊല്ലും, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ദിവസം വരും, നിങ്ങളെ കൊല്ലുന്നത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണെന്ന് കരുതുന്ന ആളുകൾ വരും, എല്ലാവരും നിങ്ങളെ ദൂഷിക്കും, ഉഗ്രമായ പീഡനങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ ഉണ്ടാവും, അതൊക്കെ സംഭവിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുമെന്നാണ് തുടർന്ന് പറയുന്നത്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അതായത് കർത്താവ് നേരത്തെ ഇതെല്ലാം നമുക്ക് മുന്നറിയിപ്പായിട്ട് തരികയാണ്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും ദേഷിക്കും, വലിയ ദുരിതങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും, പ്രപഞ്ച ശക്തി പോലും നമുക്കെതിരാകും, അങ്ങനെ കൊടിയ ദുരിതത്തിൽ നമ്മൾ അകപ്പെടും, വലിയ ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അത് ദൈവം പറയാം, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പക്ഷെ നീ വിശ്വാസം ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അനേകർ ഉപേക്ഷിക്കാതിരിക്കും ചേട്ടൻ, പക്ഷെ നീ അത് ചെയ്യരുത്. ഈ ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ നിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആ കഷ്ടതയിൽ നമ്മൾ മുന്നേറണം, ആ ഞെരുക്കത്തിൽ നമ്മൾ മുന്നേറണം. ലോകം മുഴുവൻ നമുക്കെതിരാകുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ പക്ഷത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവവചനത്തിന് മാറ്റം വരില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനമാണ്, യേശുക്രിസ്തുവിനാണ്. ആ സത്യത്തെ നമ്മൾ ഹൃദയത്തിൽ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. എങ്കിലേ നമുക്ക് കർത്താവിനോട് കൂടെ ചേരാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം വരെ. അപ്പം വിശ്വാസത്തെ എപ്പോഴും പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കില്ല ലോകത്ത് സംഭവിക്കുന്ന അർത്ഥം അല്ല. അതിനെ എപ്പോഴും മുറിവേൽപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന ആ ജീവവായുവിനെ എപ്പോഴും മുറിപ്പെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനെ ഞെരുക്കുന്ന വിധത്തിൽ, അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ലോകത്ത് സംഭവിക്കാം, കാര്യങ്ങൾ ലോകത്ത് നടമാടാം. അതാണ് കർത്താവ് മുന്നറിയിപ്പ് തരുന്നത്. മക്കളെ, നിങ്ങളുടെ വിശ്വാസം എപ്പോഴും സ്വർണ്ണക്കട്ടി പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന വിധത്തിലായിരിക്കില്ല ലോകത്തിൻ്റെ സ്ഥിതി. അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും. നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു കരുതുന്ന സമയങ്ങൾ വരും. സകലരും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദേഷിക്കും. വലിയ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും, ക്ലേശങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആദ്യ വിശ്വാസത്തെ
മുറുകെ പിടിച്ചുകൊണ്ട് വേണം ആ സമയം നിങ്ങൾ മുൻപോട്ട് പോകാൻ. കാരണം നിങ്ങൾക്കൊരു നിത്യ കിരീടമുണ്ട്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, ഞാൻ നല്ല ഓട്ടമോടി, എൻ്റെ വിശ്വാസം കാത്തു, ജീവൻ്റെ കിരീടം. അത് അദ്ദേഹം പറഞ്ഞത് സമൃദ്ധിയിൽ നിന്നുകൊണ്ടാണോ? സുഖസൗകര്യമായ ഒരു സുവിശേഷ വേല ചെയ്തുകൊണ്ടാണോ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞത്, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞത്? ആ വിശ്വാസത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടായ ക്ലേശങ്ങളും ദുരിതങ്ങളും വേദനകളും മുഴുവൻ സഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അത് പറഞ്ഞത്. അപ്പം ഒരു മട്ടുപ്പാവ് പുൽമെത്ത വിരിച്ച ഒരു വീതിയിലല്ല നമ്മുടെ വിശ്വാസയാത്ര എന്ന് നിങ്ങൾ ഓർക്കണം. കല്ലും മുള്ളും മണ്ണും കുഴിയും എല്ലാം നിറഞ്ഞ, അപകടങ്ങളും അനർത്ഥങ്ങളും രോഗങ്ങളും വേദനകളും നിറഞ്ഞ ഒരു സഹനത്തിൻ്റെ പാതയിലാണ് നമ്മുടെ യാത്ര. അവിടെയാണല്ലോ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 22:31-32 ശിമേനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞത്, ശിമേൻ ശിമേൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സകലതും സാത്താൻ ഈ ലോകത്ത് ഒരുക്കും. സകല കെണികളും നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അവിടെ നമ്മൾ സംരക്ഷിക്കാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കുകയാണ്. അതുപോലെ തന്നെ കൊരിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 13 അധ്യായം 5 വാക്യം, 2 കൊരിന്തോസ് 13:5, 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 13:5. അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. അപ്പോൾ ഒരാത്മീയ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്നാണെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിച്ച് നോക്കണം. അതിന് അപജയം നേരിടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ആ മീറ്ററിലേക്ക് നോക്കത്തില്ലേ, ഡീസൽ കുറഞ്ഞോ അടുത്ത പമ്പിൽ നിന്ന് അടിക്കണ്ടേ, അങ്ങനെ നമ്മൾ നോക്കത്തില്ലേ? അപ്പോൾ ആ വണ്ടി ഓടുന്നതിനാവശ്യമായ ഇന്ധനം അതിനകത്ത് കുറവാണെന്നൊരു സൈൻ കാണിച്ചാൽ നമ്മൾ അടുത്ത പമ്പിൽ കയറി ഡീസൽ അടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കണം. വെറുതെ കണ്ണുടച്ചൊക്കെ പോകരുത്. ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞ് പോയാൽ, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ, അത് കുറച്ചേ ഉള്ളുവെങ്കിൽ പ്രതിസന്ധി തട്ടുമ്പോൾ തകിടുമറിയും. ഇടർച്ചയുടെ പാറ ദൈവം നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കും. അപ്പോൾ അതേ തട്ടി നമ്മൾ തകിടം മറിച്ച് താഴേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണം. അതാണ് കൊരിന്തോസിൽ എഴുതുമ്പോൾ 13 അധ്യായം 5 വാക്യത്തിൽ 2 കൊരിന്തോസിൻ്റെ 13:5 കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിന് കുറവ് വരുന്നുണ്ടോ, അതോ വളരുകയാണോ കുറയുകയാണോ? ഞാൻ വിശ്വാസത്തിൽ വളരുകയാണോ വിശ്വാസത്തിൽ കുറയുകയാണോ? ഈ സമകാലീന സംഭവങ്ങളെല്ലാം എൻ്റെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കണം. എൻ്റെ ജീവിതത്തിലെ ക്ലേശ ദുരിതങ്ങൾ എൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ചിന്തിക്കണം. അതാണ് പരിശോധന. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്നിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവിടെ വലിയ അപകടമുണ്ടാകുമെന്ന് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 18:8 കർത്താവ് പറയാണ്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യമാണ്, ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ നിലയ്ക്ക് മുമ്പോട്ട് പോയാൽ എന്താവും ലോകത്തിൻ്റെ സ്ഥിതി എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈശോ ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ഉണ്ടാവുമോ? പരിശോധിക്കുക, വിശ്വാസത്തെ പരീക്ഷിക്കുക, അതത്ര ഉറപ്പുള്ളതാണെന്ന് തിരിച്ചറിയാൻ പരിശ്രമിക്കുക. എൻ്റെ വിശ്വാസം ക്രിസ്തുവിൽ ഉറപ്പുള്ളതാണോ? മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ ഇപ്പോൾ കൊല്ലും, നീ നിൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മരണം വരിക്കുമോ? കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം അതാണ്. ഹെബ്രായ ലേഖനം 3 അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെ ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുകയാണ്. ഹെബ്രായ ലേഖനം 3 അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അത് ഇന്നും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ? മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവരോടല്ലേ അവൻ 40 സംവത്സരം മല്ലടിച്ചത്? അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത്? അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും നിങ്ങൾ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത്? അങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നുവെന്ന് നാം കാണുന്നു. കണ്ടോ, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്ത് കൊണ്ടുവന്ന ആ ഒരു വലിയ സമൂഹം അവിശ്വാസ നിമിത്തം ദൈവത്തിൻ്റെ സമാശ്വാസത്തിൽ പ്രവേശിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു.
അതിന് കാരണം അവരുടെ അവിശ്വാസമാണ്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിലൊരു പ്രധാന പുരോഹിതനുണ്ട് നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാൻ. ഹെബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 14-16 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളതിനാൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കാരണം എന്താ? ആ അത് ഹെബ്രായ ലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിവുള്ളവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പോകാം, ജീവിതം മുന്നോട്ട് നയിക്കാം. നമുക്ക് മുൻപേ സ്വർഗത്തിലേക്ക് കയറിയ ഒരു മഹാപുരോഹിതനായ യേശുക്രിസ്തു നമുക്കുള്ളതുകൊണ്ട്, അവന് നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിവുള്ളതുകൊണ്ട്, ആ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. അത് വിശ്വസിക്കണം. എന്നിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ ഓടിത്തീർക്കണം. നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. അതുകൊണ്ട് നിരാശപ്പെടരുത്. കർത്താവ് നമുക്ക് ആ വചനം ഒന്നോട്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനായ ക്രിസ്തു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ അപജയത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് ഉയർന്നു വരാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എവിടെയെങ്കിലും തട്ടി വീണു പോകുന്നൊരു വിശ്വാസമേ ഉള്ളോ? അതോ പ്രതിസന്ധിയുടെ നടുവിലും ധീരതയോടെ മുൻപോട്ട് നയിക്കപ്പെടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യം നമുക്കുണ്ടോ? അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണോ ഈ ലോക ജീവിതം നീ നയിക്കുന്നത്? കർത്താവേ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഇവർ കേട്ട വചനം ഇവരുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കരയേറിയ ശ്രേഷ്ഠ പുരോഹിതനായ ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസം ഓടിത്തീർക്കാൻ അനുഗ്രഹം നൽകണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് മുമ്പേ സാക്ഷി ജീവിതം, വിശ്വാസ ജീവിതം നയിച്ച പുണ്യാത്മാക്കളെ, ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരാനും ആ വിശ്വാസത്തിൽ നിത്യത പ്രാപിക്കാനും ഞങ്ങൾക്കിടയാകുന്നതിന് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.